الحمد لله على كماله وإحسانه والشكر له على توفيقه وامتنانه ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചതിൻ്റെ ലക്ഷ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അറിയാനും പഠിക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ വിശ്വസിക്കുവാനും അവൻ്റെ തൃപ്തിയും ഇഷ്ടവും നേടിയെടുക്കുന്ന തരത്തിൽ അവനെ ആരാധിക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചും നമ്മുടെ ദീനിനെക്കുറിച്ചും നമ്മുടെ ഇബാദത്തുകളെക്കുറിച്ചും ഹലാല് ഹറാമുകളെക്കുറിച്ചും പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നതിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രഥമ പരിഗണന നൽകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു ഖുതുബയിലൂടെ നമ്മൾ സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീന് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, ഫർദാണ്. വ ഇന്ന താലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈ. ദീന് പഠിക്കുന്ന ഒരാൾക്ക് എല്ലാം അവന് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തും. എത്രത്തോളം? എല്ലാം അവന് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തും. ഹത്തൽ ഹീതാനി ഫിൽ ബഹർ. കടലിലെ മീനുകൾ പോലും മത്സ്യങ്ങൾ പോലും അവന് വേണ്ടി പാപമോചനം നടത്തും. മറ്റൊരു റിവായത്തിൽ പാറയുടെ ഉള്ളിലൂടെ അരിച്ചുകൊണ്ടിരിക്കുന്ന ഉറുമ്പുകൾ പോലും അവന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തും, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇബ്നു മാജ എല്ലാം ഉദ്ധരിച്ച ഹദീസിലൂടെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ദീന് പഠിക്കുക എന്നതിലാണ്
മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നന്മ അതിലാണ് നിലകൊള്ളുന്നത്. ഒരു വിശ്വാസി സമൂഹം എന്ന നിലക്ക് സാമൂഹികമായ നന്മ നേടിയെടുക്കാൻ സാധിക്കുക ദീനിൻ്റെ പഠനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്, അന്നാസു മുഹ്താജൂന ഇലൽ ഇൽമി ഖബ്ലൽ ഖുബ്സി വൽ മാ. റൊട്ടിയും വെള്ളവും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാളും ജനങ്ങൾക്ക് വിജ്ഞാനം ആവശ്യമുണ്ട്. ലിഅന്നൽ ഇൽമ യഹ്താജു ഇലൈഹിൽ ഇൻസാനു ഫീ കുല്ലി സഅ. കാരണം വിജ്ഞാനം എന്നതൊരു മുസ്ലിമായ വിശ്വാസിയായ വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തും അവന് ആവശ്യമുണ്ട്. എന്നാൽ വെള്ളമോ റൊട്ടിയൊക്കെ ആകട്ടെ ഒരു ദിവസത്തിൽ 2-3 തവണ കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. വിജ്ഞാനം അങ്ങനെയല്ല. അവൻ എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ ഇബാദത്ത് ചെയ്യണം, അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അവന് അറിവ് ആവശ്യമാണ്. എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? ഭക്ഷണം എന്നത് അങ്ങനെയല്ല, വെള്ളം എന്നത് അങ്ങനെയല്ല എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുകയാണ്. ഈ ഒരു പ്രാധാന്യം, അതിൻ്റെ മഹത്വവും അതിൻ്റെ ആവശ്യകതയും അതുപോലെ ബോധ്യപ്പെട്ടവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അവരുടെ ജീവചരിത്രം, അവർ വിജ്ഞാനം നേടുന്നതിന് അവർ കാണിച്ചിരുന്ന ഗൗരവവും പ്രാധാന്യവും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, എനിക്ക് അൻസാരികളിൽപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ബനു ഉമയ്യ ഗോത്രത്തിൽപ്പെട്ട അവൻ മദീനയിൽ ഉയർന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന, അവിടെ താമസിച്ചിരുന്ന വ്യക്തിയാണ്. എന്താ പ്രത്യേകത? വകുന്നാ നതനാവബു നുസൂല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞങ്ങൾ ഊഴമിട്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോകാറുണ്ടായിരുന്നു. യൻസിലു യൗമൻ വ അൻസിലു യൗമാ. അദ്ദേഹം ഒരു ദിവസം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോകും, ഞാൻ അടുത്ത ദിവസം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോകും. ഫഇദാ നസൽതു ജിഅ്തുഹു ബിഖബരി ദാലികൽ യൗമ മിനൽ വഹ്യി വഗൈരിഹി. ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ പോയ ദിവസമാണെങ്കിൽ അന്ന് കിട്ടിയ വഹ്യും വിവരങ്ങളും അറിവുമൊക്കെ ഞാൻ അദ്ദേഹത്തിന് അന്ന് രാത്രി പറഞ്ഞു കൊടുക്കും. ഇനി അദ്ദേഹം പോയ ദിവസമാണെങ്കിലോ വഇദാ നസല ഫഅല മിസ്ല ദാലിക. അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോയ ദിവസമാണെങ്കിൽ ഞാനും എനിക്ക് കിട്ടിയ പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ, വഹ്യും വിവരവും അറിവുമൊക്കെ എനിക്കും പകർന്നു തരും. എന്താണ് അതിൻ്റെ ആവശ്യം? അവർ ജോലിയുള്ളവരാണ്, കുടുംബമുള്ളവരാണ്, കുടുംബം പോറ്റേണ്ടവരാണ്. അപ്പോൾ എന്താ മാർഗം? ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകും, അടുത്ത ദിവസത്തിനുള്ള വരുമാനം കൂടി ഞാൻ അതിൽ എടുത്തു വെക്കും. എന്നിട്ട് അന്ന് കിട്ടാനുള്ള അറിവ് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചു, അന്ന് കിട്ടിയത് പോയി എനിക്ക് പറഞ്ഞു തരണം. ഇനി പിറ്റേ ദിവസം അദ്ദേഹത്തിനും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, വീട്ടുണ്ട്, എല്ലാം ഉണ്ട്. അദ്ദേഹത്തിനും കുടുംബം പോറ്റണം. എന്താ മാർഗം? അദ്ദേഹം ഒരു ദിവസം ജോലിക്ക് പോകും, അടുത്ത ദിവസം റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ പോകും. അദ്ദേഹം പോകാത്ത അന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അന്നത്തെ വിവരങ്ങളെക്കുറിച്ച് ചോദിച്ചറിയും. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ദീന് പഠിക്കാൻ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു അത്. മറ്റൊരു വിഭാഗം സ്വഹാബത്തിനെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച മറ്റേ ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 70 ആളുകൾ ഉണ്ടായിരുന്നു. അൻസാരികളായ 70 സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകം ആളുകൾ ഉണ്ടായിരുന്നു. എന്താ അവരുടെ പ്രത്യേകത? യുഖാലു ലഹുമുൽ ഖുറാ. ഖുറാ എന്നാണ് അവർക്ക് പേര് വിളിച്ചിരുന്നത്. ഖുറാ എന്നാണ് അവരെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിരുന്നത്. എന്താ അവരുടെ പ്രത്യേകത? ഫീഹിം ഖാലി ഹറാം. ആ ആളുകളുടെ കൂട്ടത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ആളുകളുടെ കൂട്ടത്തിൽ എൻ്റെ അമ്മാവനായ ഹറാം എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഹറാം. അദ്ദേഹം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്താ അവരുടെ പ്രത്യേകത? യഖറഊനൽ ഖുർആൻ വയതദാറസൂന ബില്ലൈലി യതഅല്ലമൂൻ. രാത്രി സമയങ്ങളിൽ പള്ളിയിലിരുന്ന് വിശുദ്ധ ഖുർആൻ പരസ്പരം ഓതിയും പഠിച്ചും ചർച്ച ചെയ്തും പാരായണം ചെയ്തും അവർ രാത്രി സമയം ചെലവഴിക്കും. വകാനൂ ബിന്നഹാരി യജീഊന ബിൽമാ ഫയദഊനഹു ഫിൽ മസ്ജിദ്. പ്രഭാതമായി കഴിഞ്ഞാൽ അവർ വെള്ളം കിട്ടുന്ന കിണറ്റിലോ പുഴയിലോ ഒക്കെ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വെള്ളം എടുത്തു കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കും. പള്ളിയിൽ ഒളു എടുക്കാൻ വരുന്ന, നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് വെള്ളം പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ടോ വയഹ്തതിബൂന ഫയബീഊനഹു. എന്നിട്ട് പോയി വിറക് വെട്ടി വിറക് കൊണ്ടുപോയി വിറ്റ് വയഷ്തറൂന ബിഹി തആമ ലി അഹ്ലി സുഫത്തി വലിൽ ഫുഖറാ. അവരുടെ വീട്ടുകാർക്കും പള്ളിയിൽ ദീന് പഠിക്കാൻ വേണ്ടി മുഴുവനായി കഴിച്ചുകൂടിയ ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു, അഹ്ലു സുഫ. അവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ഭക്ഷണം വാങ്ങും. എന്നിട്ട് അവരുടെ കുടുംബം ഒരു പോറ്റും, പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കും. പള്ളിയിൽ ദീന് പഠിക്കാൻ വേണ്ടി മാത്രം ഒഴിഞ്ഞുകൂടിയ അഹ്ലു സുഫക്കും അവർ ഭക്ഷണം കൊടുക്കും. സഹോദരങ്ങൾ നോക്കൂ,
ഡെയിലി ഇങ്ങനെ ചെയ്തിരുന്നൊരു വിഭാഗം സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് ഇതിന് സാധിച്ചത്? എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ ദീന് പഠിക്കാൻ സാധിക്കുന്നില്ല? ഉത്തരം ഒറ്റന്നേ ഉള്ളൂ: നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല. നമ്മുടെ പ്രയോറിറ്റിയിൽ ദീനിൻ്റെ പഠനം കടന്നു വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഷെഡ്യൂളുകളിൽ ഒഴിച്ചുകൂടാനാകാത്ത തീരുമാനങ്ങളിലും നമ്മുടെ നിശ്ചയങ്ങളിലും ദീനിൻ്റെ പഠനം കടന്നു വന്നിട്ടില്ല. അത് കടന്നു വന്നാൽ ഏത് തിരക്കുള്ളവരാണെങ്കിലും നമ്മുടെ സമയവും ജോലിയും സാഹചര്യവും അനുസരിച്ച് അത് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയങ്ങൾ, നമ്മുടെ ക്രയവിക്രയങ്ങളുടെ വിഷയങ്ങളിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കും. സഹോദരന്മാരെ, അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അറിവ് വെറുതെ ഇങ്ങോട്ട് കടന്നു വരൂല, ആഗ്രഹിച്ചുകൊണ്ട് അറിവ് കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. അറിവെന്നത് പഠിച്ചാലേ ലഭിക്കൂ, പഠനത്തിലൂടെ മാത്രമേ അറിവ് ലഭിക്കൂ. വ ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. അതുപോലെ ഹിൽം എന്നുള്ളത്, പിന്നെ നല്ല സ്വഭാവം എന്നുള്ളത് അത് പരിശീലിച്ചാലേ ലഭിക്കുകയുള്ളൂ. വമൻ യതഹറൽ ഖൈറ യുതഹ. ആരെങ്കിലും ഖൈർ ലഭിക്കുവാൻ വേണ്ടി പണിപ്പെടുന്നവരാണെങ്കിൽ, പരിശ്രമിക്കുന്നവരാണെങ്കിൽ അവന് ഖൈർ ലഭിക്കും. വമൻ യത്തഖി ശർറ യുഖഹ. ആരെങ്കിലും ഷർറിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചാൽ അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണെങ്കിൽ ഷർറിൽ നിന്നും രക്ഷപ്പെടാൻ അവന് സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, കൃത്യമായ പ്ലാനും പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ ദീന് പഠിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ വലിയ പ്രായം ചെന്നതിന് ശേഷം പഠിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അബൂബക്കറും ഉമറും ഉസ്മാനും അബ്ബാസും ഇബ്നു ഔഫും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഇവരൊന്നും ചെറിയ കുട്ടികളല്ല, 30, 40, 50 ഒക്കെ വയസ്സായിരുന്ന ആളുകളായിരുന്നു. ആ പ്രായത്തിൽ ദീന് പഠിച്ചു തുടങ്ങി ഇസ്ലാമിൻ്റെ അയിമ്മത്തുകളായി അവർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കും സാധിക്കും. സഹോദരന്മാരെ, മഹാന്മാരായ താബിഈ വര്യന്മാരുടെ കൂട്ടത്തിൽ പ്രായം ചെന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയവരുണ്ടായിരുന്നു. ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറഞ്ഞ മഹാനായ താബിഈ വര്യൻ, അദ്ദേഹം ദീന് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ 30-ാമത്തെയോ 40-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വലിയ ഫിത്നയും ഫസാദും ഉണ്ടാക്കിയിരുന്ന, ആളുകളുടെ വഴിയിൽ വെച്ച് ആളുകളെ കൊള്ളയടിച്ചിരുന്ന, അതുപോലെ തന്നെ പ്രേമിച്ച് കാമിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ്. അദ്ദേഹം അതിനിടയിൽ ഒരു ദിവസം അദ്ദേഹം തൻ്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടാൻ നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരാൾ ഖുർആൻ്റെ ആയത്ത് ഓതുന്നത് കേൾക്കുകയാണ്. അലം യഅ്നിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. വിശ്വാസികൾക്ക് അല്ലാഹുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി മനസ്സുകൾ ലോലപ്പെടാനായിട്ടില്ലേ എന്ന ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം പേടിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നടന്നുപോയി മറ്റൊരു അങ്ങാടിയുടെ ഒരു ഭാഗത്ത് നിന്നപ്പോൾ ആ അങ്ങാടിയുടെ അദ്ദേഹം നിന്നിരുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് കുറേ ആളുകൾ സ്വകാര്യം പറയാണ്. എന്താ സ്വകാര്യം? നമുക്ക് രാത്രി പോകണ്ട, നമുക്ക് രാവിലെ പോകാം. രാത്രി പോയാൽ ഫുദൈലുണ്ടാവും വഴിയിൽ, അവൻ നമ്മളെ കൊള്ളയടിക്കും, അതുകൊണ്ട് നമുക്ക് പ്രഭാതത്തിൽ പോകാം. ഇത് കേട്ട ആ മനുഷ്യൻ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം അന്ന് തൗബ ചെയ്ത് മടങ്ങുകയാണ്. പിന്നെ ഇസ്ലാമിൻ്റെ അയിമ്മത്തുകളിൽ അദ്ദേഹം സ്ഥാനം പിടിക്കുകയാണ്. പേര് കേട്ട താബിഈ വര്യന്മാരിൽ അദ്ദേഹം സ്ഥാനം പിടിക്കുകയാണ്. അദ്ദേഹം അത് തീരുമാനമെടുത്ത് ദീനിൻ്റെ പഠനത്തിലേക്കും ദീനിൻ്റെ മാർഗത്തിലേക്കും അദ്ദേഹം നടക്കുന്നത് 40-ാമത്തെയോ 30-ാമത്തെ വയസ്സിലാണെങ്കിൽ, സഹോദരന്മാരെ, നമുക്കും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുത്താൽ ദീന് പഠിക്കാൻ. വലിയ പണ്ഡിതനാകണമെന്നല്ല പറഞ്ഞത്, അതിന് സാധിക്കുമെങ്കിൽ അതിന് നമുക്ക് മുതിരാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും പഠിക്കേണ്ട, ഖബറിലെത്തിക്കഴിഞ്ഞാൽ റബ്ബ് നമ്മോട് ചോദിക്കുന്ന നമ്മുടെ റബ്ബിനെ കുറിച്ച് നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ മുആമലാത്തുകളെ കുറിച്ച്, ഹലാൽ ഹറാമുകളെ കുറിച്ച് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പണ്ഡിതന്മാരെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് വലിയ പ്രായത്തിൽ ദീന് പഠിച്ച് തുടങ്ങി പണ്ഡിതന്മാരായവരാണ്. ഇമാം ഷാഫിഈ മദ്ഹബിലെ ഖുറാസാനി എന്ന് പറഞ്ഞൊരു മദ്ഹബിൻ്റെ ഒരു ഭാഗം തന്നെ അതിലെ ഇമാമായി അറിയപ്പെടുന്ന അബൂബക്കർ അൽ ഖഫാൽ റഹിമഹുല്ലാ, അദ്ദേഹം 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ദീന് പഠിച്ച് തുടങ്ങുന്നത്. ഇബ്നു ഹസം റഹിമഹുല്ലാ, ളാഹിരി മദ്ഹബിൻ്റെ ഇമാമായ ഇബ്നു ഹസം റഹിമഹുല്ലാ, അദ്ദേഹം 40-ാമത്തെ വയസ്സിലാണ് ദീന് പഠിച്ച് തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, വലിയ പണ്ഡിതന്മാർ ഇസ്ലാമിക ചരിത്രത്തിൽ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക കാലഘട്ടത്തിൽ തന്നെ യമൻ എന്ന് പറഞ്ഞ നാട്ടിൽ അവിടെ സലഫിയത്തിൻ്റെ തുടക്കം കുറിച്ച, അവിടെ ഷിയാക്കളും ഖുറാഫാത്തും എല്ലാവിധ ഖുറാഫാത്തുകളും കൊണ്ട് നിറഞ്ഞിരുന്ന ആ നാട്ടിൽ സലഫിയത്തിൻ്റെ തുടക്കം കുറിച്ച, അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കാരണക്കാരായ മഹാനായ മുഖ്ബിൽ വാദിഈ റഹിമഹുല്ലാ, അദ്ദേഹം 30 വയസ്സിനോട് അടുക്കുന്ന സമയത്താണ് അദ്ദേഹം ദീന് പഠിച്ച് തുടങ്ങുന്നത്. എങ്കിൽ സഹോദരന്മാരെ, എന്നിട്ട് അദ്ദേഹം വലിയ ഇമാമായിട്ടുണ്ടെങ്കിൽ യമനിലെ സലഫികൾ
യമനിലെ സലഫികൾ ഷെയ്ഖ് മുഖ്ബിർ എന്ന് പറഞ്ഞാൽ അവരുടെ രോമാഞ്ചം അവർക്കുണ്ടാകുമെങ്കിൽ അത്ര വലിയ പണ്ഡിതനെ അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രായം ചെന്നതിന് ശേഷം തുടങ്ങിയതാണ്. പക്ഷേ എവിടെയാണ് നമ്മുടെ പ്രശ്നം നമ്മൾ തീരുമാനിക്കുന്നില്ല, നമ്മൾ ജീവിതത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അംർ ഇബ്നു അലാ റഹിമഹുല്ല താബിഈ വര്യനാണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഹൽ യഹ്സുനു ബിശ്ശൈഖി അൻ യതഅല്ലം, ഒരു പ്രായം ചെന്ന ആള് ദീന് പഠിക്കാനിരിക്കുന്നത് നന്നാവോ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഇൻ കാന യഹ്സുനു ബിഹി അൻ യഈഷ് ഫഇന്നഹു യഹ്സുനു ബിഹി അൻ യതഅല്ലം. അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നാൽ ദീന് പഠിക്കാനും പറ്റും, ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാൽ ദീന് പഠിക്കാനും പറ്റും. ഇബ്നു അഖീൽ റഹിമഹുല്ല അദ്ദേഹം പറയാണ്, എനിക്കിപ്പോൾ 80 വയസ്സുണ്ട്. അദ്ദേഹം പറയും, എനിക്കിപ്പോൾ 80 വയസ്സുണ്ട്. 40 വയസ്സുള്ള സമയത്ത് ദീന് പഠിക്കുന്നതിൽ ഞാൻ കണ്ടെത്തിയിരുന്ന ആസ്വാദനത്തെക്കാൾ ഇപ്പോൾ ദീന് പഠിക്കാൻ ഞാൻ കണ്ടെത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ ആ ഒരു വഴിയിലേക്ക് ദീനിൻ്റെ പഠനത്തിന് വേണ്ടി മുതിരുവാൻ നമ്മൾ സാധിക്കണം. ഇനി നമ്മൾ മാത്രം പഠിച്ചാൽ മതിയോ? നമ്മൾ മാത്രമാണോ ദീനിൻ്റെ പഠനത്തിൻ്റെ രംഗത്തേക്ക് കടന്നു വരേണ്ടത്? ഒരിക്കലുമല്ല. ആമുഖമായി ഓതി വെച്ച വചനം സൂറത്തു തഹ്രീമിൻ്റെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ വീട്ടുകാരെയും നിങ്ങളുടെ അഹ്ലിനെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം. എന്താ നരകത്തിൻ്റെ പ്രത്യേകത? വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിൻ്റെ ഇന്ധനമെന്ന് പറഞ്ഞാൽ മനുഷ്യരും കല്ലുകളുമാണ്. മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുകൊള്ളുക. അലൈഹ മലായികതുൻ ഗിലാദുൻ ഷിദാദുൻ, പരുക്കന്മാരായ ശക്തന്മാരായ മലക്കുകൾ അതിൻ്റെ കാവൽക്കാരായിട്ടുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു കൽപ്പിച്ച കൽപ്പനയ്ക്ക് അവർ എതിരാവുകയില്ല. വയഫ്അലൂന മാ യുമറൂൻ, കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിർവഹിക്കുന്ന, നിങ്ങൾക്കുള്ള ശിക്ഷകൾ അതുപോലെ നടപ്പിലാക്കുന്ന മലക്കുകൾ ആ നരകത്തിലുണ്ട്. അതുകൊണ്ട് ആ നരകത്തെ തൊട്ട് നിങ്ങൾ നിങ്ങളെ കാക്കുക, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാക്കുക. എങ്ങനെയാണ് നമ്മൾ കാക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാക്കേണ്ടത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമു അൻഫുസകും വഅഹ്ലീകുമുൽ ഖൈർ വഅദ്ദിബൂഹും. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഖൈർ പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് നരകത്തിൽ നിന്ന് കാക്കുക എന്ന് പറഞ്ഞാൽ. ദീന് പഠിപ്പിച്ചു കൊടുക്കുക. വഅദ്ദിബൂഹും, മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വീട്ടുകാർക്ക് ദീന് പഠിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. റബ്ബ് നമ്മളെ നാളെ പരലോകത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യും. സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ദീന് പഠിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അദ്ദിബ് ഇബ്നക, നിന്റെ മകന് നീ മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, ദീന് പഠിപ്പിച്ചു കൊടുക്കണം. ഫഇന്നക മസ്ഊലുൻ അൻ വലദിക മാ അല്ലംതഹു, നിന്റെ മകന് എന്താണ് നീ പഠിപ്പിച്ചു കൊടുത്തതെന്ന് നീ ചോദ്യം ചെയ്യപ്പെടും എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മഹാനായ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ പറഞ്ഞില്ലേ, സഹോദരന്മാരെ, ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ട സദസ്സുകളിൽ വന്നാൽ തന്നെ അതിലേക്ക് എത്തിക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ്. പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കുക, പണ്ഡിതന്മാരുടെ സദസ്സുകളിലേക്ക് എത്തിക്കുക, ദീനുമായി ബന്ധപ്പെട്ട സദസ്സുകളിലും പരിപാടികളിലും പദ്ധതികളിലും അവരെ നമ്മൾ കൂടെ നടത്താൻ നമ്മൾ ശ്രമിക്കുക. മഹാനായ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ പറഞ്ഞില്ലേ, കാന റജുലു യത്ലുബുൽ ഇൽം ഫലാ യൽബസു അൻ യുറാ ദാലിക ഫീ തഖശ്ശുഇഹി വഹദിഹി വലിസാനിഹി വബസരിഹി വയദിഹി. ഒരു മനുഷ്യൻ ദീന് പഠിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ഭയപ്പാട്, അവൻ്റെ ഖുശൂഇലും അവൻ്റെ ചര്യയിലും അവൻ്റെ നാവിലും അവൻ്റെ കണ്ണിലും അവൻ്റെ കയ്യിലുമെല്ലാം അതിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ വഴിയിലേക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തെ എത്തിച്ചാൽ, അതിൽ നമുക്ക് ശ്രദ്ധയുണ്ടായാൽ, പ്രത്യേകിച്ചും നമ്മുടെ മുമ്പിൽ വെക്കേഷനാണുള്ളത്, അല്ലെ, എല്ലാവിധ തിന്മകൾക്കും ഹറാമുകൾക്കും മാടി വിളിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മക്കളുടെ ചുറ്റുമുണ്ട്, നമ്മുടെ വീട്ടുകാരുടെ ചുറ്റുമുണ്ട്, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിലുണ്ട്, സ്മാർട്ട് ഫോണുകളിലുണ്ട്. അതിൽ നിന്നും അവരെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ, നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഖൈറിൻ്റെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ നമ്മൾ മുതലാക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വലിയ പ്രായത്തിൽ പഠിക്കാമെന്നാണെങ്കിലും ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടത് ചെറിയ പ്രായത്തിലുള്ളവരെ പഠിപ്പിക്കാനാണ്. ചെറിയ പ്രായത്തിലുള്ളവരെ പഠിപ്പിക്കുന്നതിൽ വലിയ പ്രാധാന്യം ഇസ്ലാം ആദ്യ കാലഘട്ടം മുതലേ കാണിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ പിൽക്കാലഘട്ടത്തിൽ വലിയ പണ്ഡിതന്മാരായി മാറിയ സ്വഹാബത്തെ നമ്മൾ പരിശോധിച്ചാൽ, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തുടങ്ങിയ അറിവിൻ്റെ വിഷയത്തിൽ ഏറ്റവും അധികം അറിവും മുസ്ലിം ഉമ്മത്തിന് കൈമാറി തന്ന പണ്ഡിതന്മാരെ നോക്കിയാൽ, സ്വഹാബത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളായിരുന്നു. അന്നത്തെ ചെറിയ കുട്ടികളാണ് പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിൽ വലിയ വ്യതിയാന കക്ഷികൾ ഉടലെടുത്തപ്പോൾ, ഖദ്രികളും ജഹ്മികളും വന്നപ്പോൾ, അന്ന് മുസ്ലിം ഉമ്മത്തിനെ ശരിയുടെ റൂട്ടിലേക്ക് നയിക്കാൻ കാരണക്കാരായത്, അവിടെ ശരിയുടെ മാർഗം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളായിരുന്ന സ്വഹാബത്തായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പഠിപ്പിക്കുവാൻ വലിയ പ്രാധാന്യം കാണിച്ചിരുന്നു, അതിൽ വലിയ ശ്രദ്ധ കാണിച്ചിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ കാണിച്ചിരുന്ന ഗൗരവം അത് ശേഷക്കാരായ പണ്ഡിതന്മാരും താബിഈ വര്യന്മാരും എല്ലാം അത് കാണിച്ചു. മഹാനായ ഇമാം അഅ്മശ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ ഹഉലാഇൽ ഗിൽമാനു ഹൗലക്, എന്താ നിങ്ങളുടെ ചുറ്റും എപ്പോഴും ചെറിയ കുട്ടികൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നത്? നിങ്ങളെ ചുറ്റും എപ്പോഴും കുറേ ചെറിയ കുട്ടികളാണല്ലോ, എന്താ ഇപ്പം ഇതിൻ്റെ കാരണം? അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? ഉസ്കുത് ഹഉലാഇ യഹ്ഫദൂന അലൈക അംറ ദീനിക, മിണ്ടാതെ അവിടെ ഇരുന്നോ, ഇവരാണ് നിന്റെ ദീനെ നിനക്ക് സംരക്ഷിക്കാനുള്ളത്, ഇവരാണ് നാളെ നിന്റെ ദീനെ നിനക്ക് സംരക്ഷിക്കാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ്. മഹാനായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, തലബുൽ ഇൽമി ഫിസ്സിഗ്രി കന്നഖ്ശി ഫിൽ ഹജർ, ചെറിയ പ്രായത്തിൽ ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. അങ്ങനെ മുൻഗാമികൾ ആ വിഷയത്തിൽ കാണിച്ച ഗൗരവവും അവർ പറഞ്ഞ വാക്കുകളും പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടികളെ ദീന് പഠിക്കുവാൻ അതിൻ്റെ പഠനത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ പറഞ്ഞയക്കുകയും അതിന് ശ്രദ്ധ കാണിക്കുകയും ചെയ്യുക. നമ്മുടെ പരലോകവും നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയുമെല്ലാം നിലകൊള്ളുന്നത് ദീനിൻ്റെ പഠനത്തിലും അധ്യാപനത്തിലുമാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹ്, അമ്മാ ബഅദ്. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിയായ പഠനത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകിച്ചും ചെറിയ പ്രായക്കാരെ ആ രംഗത്തേക്ക് അതിനുവേണ്ടി മാറ്റി നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുമെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീന് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു സീരിൻ റഹിമഹുല്ലാഹ് താബിഈ വര്യനാണ്, അനസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു കാണാൻ സാധിക്കും, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങൾ പഠിക്കുന്ന ഈ വിജ്ഞാനം അത് നിങ്ങളുടെ ദീനാണ് ആ വിജ്ഞാനം. അതുകൊണ്ട് ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീന് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ ശരിക്ക് പരിശോധിക്കുക. ആരുടേതും കേൾക്കുക, എന്തും വായിക്കുക എന്നുള്ളതല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാണ് നമുക്ക് ബോധ്യമുള്ള, സലഫികളാണെന്ന് ഉറപ്പുള്ള പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും അങ്ങനെയുള്ള എഴുത്തുകളും അങ്ങനെയുള്ള ആളുകളുടെ സംസാരങ്ങളുമാണ് നമ്മൾ കേൾക്കേണ്ടത്. ആര് പറഞ്ഞാലും കേൾക്കുക, ആര് പറഞ്ഞതും വായിക്കുക എന്നതല്ല ഒരിക്കലും പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്രോതസ്സുകൾ ദീനാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ദീന് സ്വീകരിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഒരു കാര്യത്തിന് എത്ര ഗൗരവം കാണിക്കുന്നോ അതിൻ്റെ ഗൗരവത്തിൻ്റെ തോതനുസരിച്ചാണ് നമ്മൾ ആ വിഷയത്തിൽ നമ്മളതിൻ്റെ ശ്രദ്ധ കാണിക്കുക. ഏറ്റവും അധികം നമ്മൾ ഗൗരവം കാണിക്കേണ്ടത് ദീനിൻ്റെ വിഷയമാണ്. ഏറ്റവും അധികം നമ്മൾ ഭയപ്പെടേണ്ടത് ദീനിൽ തെറ്റിപ്പോവുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരിൽ നമ്മൾ ദീന് പഠിക്കുന്നു, ആരിൽ നമ്മൾ ദീന് സ്വീകരിക്കുന്നു, എന്തിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ള വിഷയം വളരെ ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും ദീന് പഠിക്കുവാൻ, ദീന് മനസ്സിലാക്കുവാൻ ഏറ്റവും അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ കേൾവി എന്നുള്ളതാണ്. വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന്, പണ്ഡിതന്മാരുടെ വായിൽ നിന്ന് കേട്ടറിയുക എന്നുള്ളതാണ് ഇസ്ലാമികമായ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മാർഗം. വായനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് കേൾവിക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് ഇതിൻ്റെ കാരണം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, തസ്മഊൻ ഇന്ന ഹാദൽ ഇൽമ തസ്മഊൻ, ഈ വിജ്ഞാനം നിങ്ങൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. വയുസ്മഉ മിൻകും, നിങ്ങളിൽ നിന്നും ഇത് കേൾക്കപ്പെടുന്നതാണ്. വയുസ്മഉ മിമ്മൻ സമിഅ മിൻകും, നിങ്ങളിൽ നിന്ന് കേട്ടവരാരാണോ അവരിൽ നിന്നും ഇത് കേട്ടുകൊണ്ട് കൈമാറപ്പെടുന്നതാണ്. ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ മാർഗം അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കേട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിശ്വസനീയമായ പണ്ഡിതന്മാരിൽ നിന്ന് കേട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത്, ലാ തഖുദുൽ ഇൽമ മിൻ സുഹുഫിയ്യിൻ, വെറും പുസ്തകം മാത്രം വായിച്ച് അറിവ് പഠിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ വിജ്ഞാനം സ്വീകരിക്കരുത്. വലൽ ഖുർആന മിൻ മുസ്ഹഫിയ്യിൻ, മുസ്ഹഫ് മാത്രം നോക്കി ഖുർആൻ ഓതാൻ പഠിച്ച ആളെടുത്ത് നിന്ന് നിങ്ങൾ ഖുർആൻ ഓതാൻ പഠിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, മൻ കാന ശൈഖുഹു കിതാബഹു കാന ഖത്ഉ അക്സറ മിൻ സവാബിഹി,
ഒരാളുടെ ഷെയ്ഖ്, ഒരാളുടെ ഉസ്താദ് കിതാബാണെങ്കിൽ, വെറും പുസ്തകമാണെങ്കിൽ അവൻ്റെ ശരിയേക്കാൾ അവന് തെറ്റായിരിക്കും കൂടുതൽ ഉണ്ടാവുക, അബദ്ധമായിരിക്കും കൂടുതലായി ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ആരിൽ നിന്ന് കേൾക്കുന്നു, അവരുടെ വിശ്വാസം എന്താണ്, അഖീദ എന്താണ്, മാർഗം എന്താണ്, മൻഹജ് എന്താണ്, അവർ സലഫികളാണോ, അവർ ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുന്നത് മുൻഗാമികൾ പറയുന്നത് പോലെയാണോ, മുൻഗാമികൾ മനസ്സിലാക്കിയത് പോലെയാണോ, അതല്ല സ്വന്തം തോന്നിയ പോലെ വ്യാഖ്യാനിക്കുകയും പറയുകയും തോന്നിയതൊക്കെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ദുർവ്യാഖ്യാനിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണോ? അങ്ങനെയുള്ളവരെ കേൾക്കുകയോ അങ്ങനെയുള്ളവരുടെ പിന്നാലെ കൂടുകയോ ചെയ്യാതെ നമുക്ക് ഉറപ്പുള്ള വിശ്വാസത്തിലും മൻഹജിലും ഉറപ്പുള്ള പണ്ഡിതന്മാരിൽ നമ്മൾ വിജ്ഞാനം സ്വീകരിക്കുക. ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. വായനയാണെങ്കിൽ നേർപ്പദം, വാരിക പോലെ, വിശുദ്ധ ബുക്സ് പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ പോലെ, അതല്ലാത്ത വേറെ പല വിശ്വസനീയമായ പ്രസിദ്ധീകരണങ്ങൾ പോലെ, അതുപോലെ തന്നെ വെബ്സൈറ്റുകളാണെങ്കിൽ സലഫി വോയിസ് പോലുള്ള ഒരുപാട് വിജ്ഞാനപ്രദമായ എഴുത്തുകൾ നമുക്ക് ലഭിക്കുന്ന വെബ്സൈറ്റുകൾ പോലെ, അതല്ലാത്ത വേറെയും ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേൾവിയാണെങ്കിൽ പീസ് റേഡിയോ നമുക്കുള്ള ഓപ്ഷനാണ്. ജമീൽ ആപ്പുകൾ കേൾക്കാനും വായിക്കാനും നമുക്കുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ഔദ്യോഗികമായ ചാനലുകൾ, അതല്ലാത്ത പണ്ഡിതന്മാരുടെ ചാനലുകൾ, അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയെ പോലെ, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെ പോലെ അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ യൂട്യൂബ് ചാനലുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഖയ്യിമ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തന്നെ നമുക്ക് ലഭ്യമാണ്. പണ്ഡിതന്മാരുടെ ദർസുകൾ ക്രോഡീകരിച്ച ഖയ്യിമ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് തന്നെ നമുക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് സമയവും അധ്വാനവും മാറ്റിവെച്ച് ദീന് പഠിക്കാൻ, എൻ്റെ ദീൻ എന്താണ്, ഞാൻ ഖബറിലെത്തിയാൽ എന്നോട് റബ്ബ് ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയണം എന്നുള്ള ബോധ്യത്തോടുകൂടെ, ദൃഢമായ ബോധ്യത്തോടുകൂടെ അങ്ങനെ ദീന് പഠിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനം നമുക്ക് നേടണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം തെഖ്വയാണ്. സഹോദരന്മാരെ, തെഖ്വയുള്ളവരാണോ അള്ളാഹ് പഠിപ്പിച്ചു തരും. നമുക്ക് ജീവിതത്തിൽ നമ്മൾ റബ്ബിനെ സൂക്ഷിക്കുവാൻ വേണ്ടി മെനക്കെടുന്നവരാണോ, അതിന് ശ്രദ്ധയുള്ളവരാണോ, റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരും. ആരാണ് പറഞ്ഞത്? അള്ളാഹു തന്നെയാണ് പറഞ്ഞത്. സൂറത്തുൽ ബഖറയുടെ 282 ആയത്തിൽ, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വയുഅല്ലിമുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, അള്ളാഹു നിങ്ങൾക്ക് അറിവ് തരും. അതുകൊണ്ട് തെഖ്വ ഉണ്ടാകുക എന്ന വിഷയത്തിൽ വലിയ ശ്രദ്ധ നമുക്കുണ്ടാകണം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ സദാ മേഖലകളും ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വല്ലദീന ഇഹ്തദൗ, സന്മാർഗം സ്വീകരിച്ച ആളുകൾ, സാദഹും ഹുദാ, അവരുടെ സന്മാർഗം റബ്ബ് വർദ്ധിപ്പിച്ചു കൊടുക്കും, അറിവ് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. വആതാഹും തഖ്വാഹും, അവർക്ക് അവരുടെ തഖ്വ റബ്ബ് നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തഖ്വ ജീവിതത്തിൽ കൈമുതലാക്കുക, ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയാൽ ഉടനെ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക, അതുപോലെ തന്നെ ജീവിതത്തിൽ ദീന് പഠിക്കുവാനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനുമുള്ള തീരുമാനമുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനെല്ലാമുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുവാൻ, നിർബന്ധമായും ഓരോ വിശ്വാസിയും നിർവഹിക്കേണ്ട നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കുവാൻ, അത് നിർവഹിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകൾ നമ്മുടെ പരിചയത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും ശാശ്വതമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായും കുടുംബത്തിലും സാമൂഹികമായുമെല്ലാം പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വഅജിർ വാലിദൈനാ മിനന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ അർഹമിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم دمر أعداءك أعداء الدين إنك مجيب الدعوات وقاضي الحاجات. اللهم صل وسلم على نبينا محمد والحمد لله رب العالمين.